എല്ലാത്തിനും സുഖമായിട്ട്. ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി. കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാനും ലൈക്കും സബ്ബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വിശേഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് എടുക്കണുള്ളൂ. വീഡിയോ എടുക്കാനും ഇടാനൊക്കെ അതായിട്ട് നല്ല മടിയാണ്. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നുമ്പോഴാട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നീച്ചേക്ക് നമ്മൾ മുറ്റടിക്കലൊക്കെ കഴിഞ്ഞാണ്ടാണ് അടുക്കളയൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ പുട്ടാൻ ഉണ്ടാക്കുന്നത്. പുട്ടിൽ ആദ്യം ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുറ്റടിക്കാൻ പോകുമ്പോൾ. അപ്പോൾ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വലിയ ധൃതിയില്ല. രാവിലെ മക്കൾക്ക് പോകാനൊന്നുമില്ല. അതുകൊണ്ട് കുറച്ച് വൈകിട്ടാണെങ്കിലും ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ചായ കുടിക്കാൻ നേരത്ത് അപ്പോൾ ഞാനിതാ തേങ്ങ ചിരകിയിരിക്കുകയാണ്. അപ്പോൾ തേങ്ങൻ്റെ ഈ ചിര ഉണ്ടല്ലോ, തേങ്ങ ചിരകണ ഈ ചിര കൊണ്ട് ഇങ്ങനെ പൊട്ടിയിരിക്കണം കേട്ടോ അവിടെ. അപ്പോൾ ഈ ചിര ഇനി പറ്റൂല, വേറെ വാങ്ങണം എന്ന് പറഞ്ഞു ഇക്കാനോട്. അപ്പോൾ ഇക്ക കെട്ടി തന്നതാണ് കേട്ടത്. പക്ഷെ ഇങ്ങനെ പിടിച്ചിട്ട് ഇപ്പോൾ തന്നെ ഒന്നും വാങ്ങണ്ട, അതിങ്ങനെ കെട്ടിയിട്ട് എടുത്തോ എന്നൊക്കെ പറഞ്ഞാണ്ട് കെട്ടി തന്നതാണ്. അതിങ്ങനെ കെട്ടിയിട്ടാണെങ്കിലും അതിങ്ങനെ ആടുന്നുണ്ട് കേട്ടോ ചിരകുമ്പോൾ. എനിക്കാണെങ്കിൽ തേങ്ങ ചിരകാൻ തന്നെ ഭയങ്കര മടിയുള്ള കാര്യമാണ്. മീൻ നന്നാക്കാനും തേങ്ങ ചിരകാനും ഉണ്ട് എനിക്ക് മടിയുള്ളത്. അപ്പോൾ കണ്ടില്ല ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ട് കുറച്ചായിട്ട് തേങ്ങ ചിരകീണ്. അപ്പോൾ ഇക്കണ്ടെന്നുണ്ടെങ്കിൽ ചിരകി തരും. അപ്പോൾ ഇക്ക രാവിലെ നീച്ചിട്ട് പിന്നെയും കുറച്ച് നേരം അവിടെ തന്നെ കിടന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ വിളിച്ചില്ല കേട്ടോ. അപ്പോൾ അവിടെ കിടന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ പുട്ടൊക്കെ കണ്ടില്ല നല്ല ഉതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രം വെള്ളം ഇതിന് മുകളിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഉപ്പിട്ട് കണ്ട് കലക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെള്ളം കണ്ട കുതിർന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പോൾ പാക്കറ്റ് പൊടിയിൽ അത്യാവശ്യം തരി ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ വെള്ളം ഒഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നന്നാവും. ഇപ്പോൾ ഒരു പാത്രം വെള്ളം ഒഴിച്ചിട്ടും അതൊക്കെ ഉണ്ട് ഉതിർന്നിട്ട് കിട്ടിയിരിക്കണം കേട്ടോ. ആ തരികളൊക്കെ ഉണ്ട് ഉതിർന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും വെള്ളത്തിൻ്റെ കുറച്ച് കുറവും കൂടി ഉണ്ടാവും. അപ്പോൾ ഞാൻ ലേശം കൂടി വെള്ളം ഒഴിച്ച് കണ്ട് ഒന്നും കൂടി ഇങ്ങോട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൈ വെച്ചിട്ടൊന്നും പിന്നെ കുഴച്ചെടുത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ട് തന്നെ ഉഷാറായി കിട്ടിയിട്ടുണ്ട്. പുട്ടാകുമ്പോൾ പിന്നെ എളുപ്പപ്പണിയാണല്ലോ. അപ്പോൾ ആ പുട്ട് തന്നെ ഞാൻ അതിലും എളുപ്പത്തിലായിട്ടൊന്നും ഉണ്ടാക്കുന്നത്. ചിരട്ടപ്പുട്ട ഒന്നും ഉണ്ടാക്കാൻ നിന്നിട്ടില്ല. ഇന്ന് ഞാൻ ഈ അരിപ്പ പാത്രത്തിൽ കണ്ട് കൊട്ടിയിട്ട് കണ്ട് ആവി കയറ്റി എടുക്കാമെന്ന് വിചാരിച്ച്. എന്താണെങ്കിലും കുഴപ്പമില്ലല്ലോ, ആവി കയറ്റി പുട്ടായാൽ പോരെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ അരിപ്പ പാത്രത്തിൽ കിട്ടുകാണ്ട് ഇതിൻ്റെ മുകൾക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ ഞാൻ കുറച്ച് ചിരകിയത് അതുകൊണ്ടാണ്. ആദ്യമൊക്കെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മുകൾക്ക്. പിന്നെ അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ തേങ്ങ ഇഷ്ടമല്ല കേട്ടോ. പുട്ട് ഇങ്ങനെ ചുട്ട് വെച്ചാൽ നമ്മൾ പാത്രത്തിലുണ്ടാവും തേങ്ങ. അപ്പോൾ അതിങ്ങനെ കുട്ടികളെടുത്ത് ഒഴിവാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങ അധികം ഇട്ടിട്ടില്ല. എളുപ്പപ്പണി എടുത്താണ് കേട്ടെന്ന്. അപ്പോൾ ഈ നേരം വൈകി അടുക്കളയ്ക്ക് വന്നാൽ അതുപോലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടി ഉഷാറാണല്ലേ. എളുപ്പപ്പണിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നേരം വൈകിയാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ ആ മൂടിയൊക്കെ മാറ്റിക്കാണ്ട് വേറൊരു മൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് തന്നെ ആവി എല്ലാം പോലെ വന്നിട്ട് ഒക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. 2-3 മിനിറ്റ് ആവി വന്നപ്പോൾ തന്നെ നല്ല ഉഷാറായിരിക്കണം കേട്ടോ. അപ്പോൾ പുട്ട് അപ്പം ഇനി ഇതിൽ നിന്ന് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ എടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇന്നലെ രാത്രിയിൽ ചിക്കൻ ഉണ്ടാക്കി കേട്ടോ. ചിക്കൻ എന്ന് പറഞ്ഞാൽ ഈ ഷവർമ്മക്കോ എന്തിനാ എടുക്കണ ചിക്കനാണെന്നറിയില്ല. അതിൻ്റെ കയമ്പ് എടുത്തുകാണ്ട് എന്താ പറയുക എടുത്തിട്ടുള്ള എല്ലൊക്കെ ഉണ്ടാവില്ല, അങ്ങനത്തെ ഉണ്ടോ. അപ്പോൾ അത് ആരെ കൊടുത്താണോ. അപ്പോൾ അത് കൊടുത്തിരുന്നു. അപ്പോൾ അത് കറിയും വെച്ചിരുന്നു. പിന്നെ അത് രാത്രി വേറെ കൂട്ടാനും ചോറ് കുറവായിരുന്നു. അപ്പോൾ പൊറോട്ട കൊടുത്തിരുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പൊറോട്ട വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാനും മോളും കൂടി ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്കെ ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പൊറോട്ട ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഈ പുട്ട് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലത്തെ കറി ഉണ്ടല്ലോ. അപ്പോൾ വേറെ കറിയൊന്നും ഇതിലേക്ക് ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ്റെ കറി അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിയും തക്കാളി ഒന്നും കണ്ട് കുറച്ച് വാട്ടിക്കാണ്ട് പിന്നെ അതിലാണ്ട് ഉണ്ടാക്കിയതായിരുന്നു. ചെറുതായിട്ടൊക്കെ ഇതിമ്പോൾ അങ്ങനെ ഇതുണ്ട്, ഇതിൻ്റെ കയമ്പൊക്കെ ഉണ്ട്. നല്ല ഉഷാറാട്ടെ ഈ കറി. അപ്പോൾ ഇത് നമുക്ക് കഷ്ണങ്ങളൊന്നും ഇല്ലെങ്കിലും കറി അടിപൊളിയാണ്. കറി തന്നെ കൂട്ടിയാലും മതിയല്ലോ. ഈ പുട്ടൊക്കെ നല്ല രസമല്ല ഇങ്ങനത്തെ കറിയൊക്കെ കൂട്ടാൻ. അപ്പോൾ പുട്ടുണ്ടില്ല നല്ല ഉഷാറായിട്ടുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ ഒരു കഷ്ണം വെട്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ടാ പുട്ട് പോലെ ഉണ്ടില്ലേ, നല്ല രസമില്ലേ കാണുമ്പോൾ തന്നെ ഇങ്ങനെ എടുത്തിട്ടാ. അപ്പോൾ ഇതുപോലെ എളുപ്പം ഉണ്ടാക്കിയെടുക്കല്ലേ നമുക്ക് പുട്ട് എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ ഞാനിങ്ങനെ ആക്കലില്ല കേട്ടോ. ഒന്നുക്കല ചട്ടിപ്പുട്ട് അല്ലെങ്കിൽ കുറ്റിയിൽ വാരിയുടെ അങ്ങനെ എന്തെങ്കിലും ചെയ്യൽ. അപ്പോൾ പിന്നെ എളുപ്പത്തിൽ ഒറ്റയടിക്ക് തന്നെ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ നമ്മളിതാ ചോറൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തിളച്ചിട്ട് അരിയൊക്കെ ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ വേവില്ലാത്ത അരിയാണ് ഇത് എളുപ്പം ആവൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ ഗ്യാസിനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കുറച്ചൊരു ടൈറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പത്താണ് കേട്ടോ ഏറിയും വെക്കൽ. ചോറ് വെച്ചതിന് ശേഷം പിന്നെ കറി എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുപ്പത്താണ് ഉണ്ടാക്കും കേട്ടോ. പിന്നെ അടുപ്പ് കത്തിക്കാത്ത സമയത്താണെങ്കിലാണ് നമ്മൾ ഗ്യാസുമ്മ കറിയൊക്കെ ഉണ്ടാക്കില്ല. അപ്പോൾ അടുപ്പത്ത് ഏതായാലും ചോറ് വെക്കണില്ല. അപ്പോൾ ഈ ചോറ് വെന്തടുപ്പത്ത് തന്നെ ഇനി കറി കൊണ്ട് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ തിരുമ്പാളൊക്കെ മെഷീനിലാണ് സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അതിക്ക് ജല്ലൊക്കെ ഒഴിച്ച് വെള്ളമൊക്കെ ആക്കി റെഡിയാക്കി വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമുക്കിന്ന് ഉപ്പേരി നന്നാൽ ഇതാണ് കേട്ടോ. ചക്കക്കുരു അതുപോലെ പഴം ഉണ്ടല്ലോ, പച്ചപ്പഴം ഉണ്ട് കേട്ടോ. അപ്പോൾ അതും നമുക്ക് കുറച്ച് ദിവസം മുമ്പ് കിട്ടിയുന്ന കഷ്ണം ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇവിടെ ഇങ്ങനെ വെച്ചതാണ്. അപ്പോൾ ഇതിങ്ങനെ ഉണങ്ങുന്നതിനനുസരിച്ച് തൊലിച്ചെടുക്കാൻ നല്ല എളുപ്പമാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ എളുപ്പമുണ്ട് പോകുന്നു കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് പച്ചപ്പഴം ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി ഒരു തോരൻ പോലെ അങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല രസമാണ്. അപ്പോൾ ഇത് അത്യാവശ്യം വേവണ നല്ല കുരുവാണ്, നല്ല പൊടിയുള്ള കുരുവാണ് കേട്ടോ. പൊടിയുള്ള കുരുവുമ്പോഴാണ് നമ്മളിതുപോലെ കൂട്ടാനൊക്കെ ഉണ്ടാക്കിയാൽ നന്നാവുള്ളൂ. ഈ ചക്കക്കുരു ഇങ്ങനെ തൊലിക്കാൻ എനിക്ക് മടിയില്ല കേട്ടോ. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത പണി മീൻ മുറിക്കാനും പിന്നെ അതുപോലെ തേങ്ങ ചിരകാനുമാണ് കേട്ടോ ഇഷ്ടമില്ലാത്ത പണി.
അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചോറിൻ്റെ തീയൊക്കെ നീക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എളുപ്പം വേവും. അപ്പോൾ ഈ അടുപ്പത്ത് തന്നെ ഉണ്ട് വെച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അത്യാവശ്യം വേവുണ്ട്, എന്നാലും കുറവായിരിക്കുന്ന പോലെ അല്ലല്ലോ റേഷൻ കടത്തെ അരി ആകുമ്പോൾ. അപ്പോൾ ഈ അടുപ്പത്ത് തന്നെ അതാണ്ട് റെഡിയാക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കുമ്പോൾ പിന്നെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന് വെച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ എളുപ്പം റെഡിയാക്കി കൊടുക്കണം അല്ലേ. എന്നാൽ എളുപ്പം പിന്നെ ആ ചൂടുള്ള അടുപ്പും തീയൊക്കെ ആകുമ്പോൾ എളുപ്പമായിട്ട് റെഡിയാക്കി കിട്ടും. പിന്നെ നമ്മൾ ഗ്യാസ് ഇങ്ങനെ കത്തിച്ച് ചൂടായിട്ട് ഇതാവണതിനെക്കാട്ടി എളുപ്പമായിട്ട് ആയി കിട്ടും കേട്ടോ. അതുപോലെ നല്ല തീയുള്ള അടുപ്പിലാണ്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ രണ്ടിലേക്ക് ചക്കക്കുരു രണ്ടിലും എളുപ്പമായിട്ട് തൊളിച്ചെടുക്കാൻ നടും നിങ്ങൾ പൊളിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെ പൊലിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് നമ്മളെ ഹെഡിയറിലുണ്ടല്ലോ, അപ്പം അതിൻ്റെ ചെറിയ അമ്മിക്കുട്ടി ഉണ്ടല്ലോ, അതായിട്ടൊന്നും ഇങ്ങനെ ചതച്ച് കൊടുത്താലും മതിയിട്ട് അപ്പോഴും തോലെളുപ്പം കിട്ടും. അപ്പോൾ ഇങ്ങനെ ഉണങ്ങിയ കുരുവാണ് എനിക്ക് തൊലിച്ചെടുക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ ഉണങ്ങാതെ നമ്മൾ വെള്ളത്തിൽ നിന്ന് എടുത്ത പോലത്തെ ഉണ്ടാവുമല്ലോ, അതാവുമ്പോൾ തൊലിച്ചെടുക്കാൻ നല്ല പാടാണ്. അങ്ങനത്തെ ആകുമ്പോൾ മടിയാണ് കേട്ടോ. അപ്പോൾ അത് എളുപ്പമാവണമെന്നുണ്ടെങ്കിൽ ഈ അടുപ്പ് കത്തിക്കണതിൻ്റെ അവിടെ കൊട്ടെടുത്താൽ മതിയിട്ട് അപ്പോൾ ഉണങ്ങി കിട്ടും. അതിൻ്റെ തൊലി ഉണ്ട് റെഡി ആയി കിട്ടും. അപ്പോൾ ഈ കുരു തൊലിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിലത്തെ അത് കളയാതെ തന്നെ എടുക്കുന്നത് ഇപ്പോൾ എല്ലാവർക്കും അറിയണമല്ലേ. അപ്പോൾ അത് ഇത്രയും നല്ലതാണല്ലോ. അപ്പോൾ ഞാൻ കുരുവൊക്കെ കുറച്ച് തൊലിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിക്കുള്ള പഴം മുറിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കുരു വേവുമ്പോഴത്തേന് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ചോറൊക്കെ എളുപ്പം വന്നിട്ടുണ്ട്, വേവറാതെ അങ്ങോട്ട് ഊറ്റി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ചോറ് വേവേറിയ ഒന്നിനും പറ്റില്ലല്ലോ. റേഷൻ കടത്തെ അരി വേവേറിയ ഇനിയിപ്പോൾ കുറവ് അരിയാണെങ്കിലും വേവേറിയിട്ടുണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ പറ്റില്ല കേട്ടോ. അധികം വേവാതെ തന്നെ എല്ലാവർക്കും ഇഷ്ടം, ഒരു പാകത്തൊരു വേവാകുമ്പോൾ. അപ്പോൾ ഞാൻ കുരു അടുപ്പത്തെക്കാൻ വേണ്ടി ആദ്യം തന്നെ ചട്ടി വെച്ച് കണ്ട് വെള്ളം ഒഴിച്ച് കൊടുത്താണ് കേട്ടോ. അതിക്ക് എന്നിട്ട് പിന്നെ കുരു ഇട്ടെടുത്തിക്കാണ്ട് മൂടിയിട്ട് കൊടുത്തിക്കാണ്. അപ്പോൾ ഈ ഉപ്പൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഉണ്ട് കുരു ഇട്ടക്കാണ്ട് വെച്ച് കൊടുത്താണ് കേട്ടോ. അല്പം വന്നിട്ടുണ്ടായിരുന്നു, നല്ല പൊടിയിൽ അത്യാവശ്യം നല്ല പൊടിയിൽ നല്ല കുരു ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിതാ അതിക്ക് പിന്നെ വെന്തതിൻ്റെ ശേഷം ഉപ്പ് ഇട്ട് കൊടുക്കാമെന്ന് കരുതി. പിന്നെ ഞാൻ ഇതിക്ക് ഉള്ള പഴമൊക്കെ മുറിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. പഴമൊക്കെ മുറിച്ചിങ്ങാണ്ട് ഞാൻ കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടല്ലോ അതിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ അതിൻ്റെ പിന്നെ പറക്കാണ്ട് പോകുമല്ലോ. പണ്ടിലെ കുരൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി പഴം കൂടി ഇട്ട് കൊടുക്കാൻ കേട്ടോ. പഴം ഇതുപോലെ ഈ കഞ്ഞിൻ്റെ വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ കറൊക്കെ ഷാറായിട്ടുണ്ട് പോയി കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയാണ്ട് പിന്നെ കഞ്ഞിൻ്റെ വെള്ളത്തിലിട്ട് വരുന്നു കേട്ടോ. അപ്പോൾ അത് കറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ല, നല്ല വെള്ള പോലത്തെ കളറായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ കറ ഇളകി പോയിട്ടാണ്. അപ്പോൾ ഇതുപോലെ കറ പോകണമെന്നുണ്ടെങ്കിൽ കഞ്ഞിൻ്റെ വെള്ളത്തിലിട്ട് കൊടുത്താലും മതി. ഞാൻ അതിലേക്കുള്ള ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ചക്കക്കുരുക്കൊക്കെ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുത്ത് കുക്കറിലാണെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഉപ്പിട്ട് കൊടുക്കട്ടോ, എന്നാലും വെന്ത് കിട്ടും. ഒരു 2 വിസിലോ 1 വിസിലോ അടിച്ചാൽ തന്നെ ചക്കക്കുരുക്ക് ഉഷാറായിട്ടില്ല. ഈ അടുപ്പത്ത് വെക്കുമ്പോൾ അത്യാവശ്യം വെന്തതിന് ശേഷം ഉപ്പിട്ട് കൊടുക്കാൻ നല്ലത്. എളുപ്പമുണ്ട് വെന്ത് കിട്ടും. അതുകൊണ്ട് നല്ല ചക്കക്കുരു കണ്ട് പൊടിയായിട്ട് എല്ലാം ഷാറിലുണ്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഈ പഴം ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഉപ്പും കൂടി ചേർത്ത് കണ്ടതാ ഇനി ഇതൊന്ന് മൂടിയിട്ട് കൊടുക്കുന്നുണ്ട്. മൂടിയിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ടെങ്കിൽ പഴം ഒന്നും കൂടി അത് സെറ്റായിട്ട് എൻ്റെ വെന്ത് കിട്ടും. ഞാനൊന്നും കൂടി കത്തിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ അത് തീയൊക്കെ നല്ലോണം കത്തിച്ചിട്ട് നമ്മളെ ചക്കക്കുരും പഴവും നല്ല ഉഷാറായി വന്നിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ വറ്റി ഉഷാറായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ 2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ കുറച്ച് തേങ്ങ ഒന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഒന്ന് അരച്ചെടുത്തു കേട്ടോ. ചിരകാതെ ഒന്ന് കത്തിയോണ്ട് ഇങ്ങനെ ഉണ്ട് എന്താ പറയുക നുറുക്കിയെടുക്കൂലേ, അങ്ങനെ എടുത്തു കേട്ടോ. പൂണ്ടെടുക്കുകയെന്നറിയില്ല, അങ്ങനെ എടുക്കുക എളുപ്പം അങ്ങനെ ഇട്ടാൽ അറിയാം. ചെറുകണക്കാട്ടിയും പൂണ്ടെടുത്തുകൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചെറിയ ജീരകവും ഒരു വെളുത്തുള്ളി അല്ല ചെറിയ ഉള്ളിയും അതുപോലെ ഒരു പച്ചമുളകും ചേർത്തുകൊണ്ട് ഒന്നുകൂടെ അരച്ചെടുത്തിക്കണം. അപ്പോൾ അതിലേക്ക് ഒരു 2 കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അരച്ചെടുത്തുകൊണ്ട് അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രസമായിട്ട് അങ്ങനെ കഴിക്കാൻ. അപ്പോൾ അങ്ങനെ ഇല്ലാതെ എങ്ങനെയും കഴിക്കാം. ഇനി ഇതിലേക്ക് താളിപ്പൊന്നും ഒഴിച്ച് കൊടുക്കണമെന്നില്ല. താളിപ്പ് പറഞ്ഞാൽ കടുക് വറുത്തിട്ട് അപ്പോൾ ഒഴിച്ച് ഞാൻ ഈ തേങ്ങ അരക്കാതെ നമുക്ക് അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ഞാനിപ്പോൾ കടുകൊന്നും പൊട്ടിക്കാതെ ഈ തേങ്ങ അരപ്പ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്തിട്ട് അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ഒരു കറിയും കൂടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ കറിക്ക് ഞാൻ കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടല്ലോ തെളി ഉണ്ടായിരുന്നു ചൂടുവെള്ളം, അത് ഞാൻ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അതിക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഞാൻ ഇട്ടുകൊണ്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. പക്ഷേ വെച്ച് കൊടുക്കാൻ അടുപ്പ് ഒഴിഞ്ഞ് പോണേന് ഞാൻ വെച്ച് കൊടുത്തതാണ്. തേങ്ങ ഒക്കെ അരച്ച് റെഡിയാക്കിയതിന് ശേഷം വെച്ച് കൊടുത്താലും മതി. അപ്പം ഇനി ഇതിക്ക് ഞാൻ തേങ്ങയും കൂടി അരച്ച് കൊടുത്തു. അപ്പോൾ തേങ്ങയ്ക്ക് മുളകും മല്ലിയല്ല കേട്ടോ, മഞ്ഞൾപ്പൊടിയും മാത്രമാണ് അരച്ചത്. മാന്തലുണ്ടല്ലോ ഞാൻ ഉണക്കമാന്തൽ, അത് കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിക്ക് ഒരു നുള്ളി വലിയ ജീരകം ചേർത്ത് കണ്ട് അരച്ചെടുത്തതാണ്. പിന്നെ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും വരെ പോകണം അതും കൂടി ചേർത്തിക്കണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് അരച്ചിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി തിളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മീൻ ഇട്ട് കൊടുക്കട്ടെ. മീൻ മാന്തലായ കാരണം ഞാൻ മല്ലിപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കാതിരുന്നത്. പിന്നെ ഇതിലേക്ക് ഞാനിതാ പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമാങ്ങ ഉണ്ട് കേട്ടോ, അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ വിചാരിച്ച് മതിയില്ലേ. പച്ചമാങ്ങയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു. അപ്പോൾ മാങ്ങ ഇട്ടിട്ട് ഇതുപോലെ കറി വെക്കാനൊരു പൂതിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാങ്ങ ഇട്ടിട്ട് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂടിയിട്ട് നമുക്ക് കത്തിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല തളം കണ്ട് വരുന്ന സമയത്ത് ഇതും കൊണ്ട് മൂടി തുറക്കണം കേട്ടോ, അപ്പോൾ അല്ലെങ്കിൽ തിളച്ചെത്ത് പോകും. അപ്പോൾ ഞാനിതാ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് ഈ മാന്തലുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈ ഉണക്ക മാന്തലുണ്ടല്ലോ അതാണ്. എല്ലാതും കൊണ്ട് ഉണങ്ങിയിട്ടില്ലേനും നല്ല ഉപ്പിട്ടുകാണ്ട് വെച്ചിട്ടുള്ള മാന്തലുണ്ടോ, നല്ല രസമാണ് കേട്ടോ. അങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പച്ചമാന്തൽ കിട്ടിയാലും അതിൽ ഉപ്പിട്ടുകാണ്ട് വെക്കൂലേ എന്ന് വെച്ചാൽ കംപ്ലൈൻ്റ് ഒന്നും വരില്ല. നല്ല ഉണക്ക മാന്തൽ കറിച്ചിട്ടുള്ള ആ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഈ മാന്തളും കറിയാണ് ഈ ഉപ്പേരിയാണ് കേട്ടോ ഇന്നത്തെ കൂട്ടാനെന്ന് പറഞ്ഞാൽ ചിക്കക്ക്. പിന്നെ നേരത്തെ പപ്പടം പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും അച്ചാറൊക്കെ മതി. അതും ഇന്നത്തെ
കൂട്ടാനെന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. പിന്നെ ഇത് തിളച്ച് വരുന്ന സമയത്ത് കുറച്ച് പച്ച വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ചെറിയ ഉള്ള എണ്ണങ്ങാണ്ട് തൂമിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, കുറച്ച് പച്ച വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ച് കൊടുക്കട്ടെ ചെയ്തത്. അപ്പോൾ അടുപ്പ് കത്തിക്കാൻ കുറച്ച് റിസ്ക് ആണെങ്കിലും ഇതുപോലെ കുഞ്ഞിന്നിട്ടൊക്കെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണെങ്കിലും അടുപ്പ് കത്തിച്ചാൽ നല്ല ചൂടാണ് കേട്ടോ, കാണാൻ ഫൗറിൽ നല്ല ചൂടാണ്. അപ്പോൾ ഒക്കെ റെഡി ആയില്ലേ അപ്പോൾ അടുപ്പത്ത്. പിന്നെ നമുക്ക് ഗ്യാസിനപ്പോൾ എത്ര ലാഭമാണല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.